ഞാനിതുവരെ ഒരൊറ്റ സൂപ്പർമാൻ പടം പോലും കണ്ടിട്ടില്ല. പണ്ട് കോമിക്സ് വായിച്ചിട്ടുണ്ട്, അല്ലാതെ പിന്നീട് വരുന്ന ഇതിൻ്റെ വെബ് സീരീസ് ആയാലും എന്തായാലും ഞാൻ കണ്ടിട്ടില്ല. മാൻ ഓഫ് സ്റ്റീലൊന്നും കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് പൊതുവേ ഈ സൂപ്പർ ഹീറോ ഫാൻറ്റസി ടെംപ്ലേറ്റ് പടങ്ങളെടുത്ത് പൊതുവേ ഒരു താല്പര്യമില്ല. അതുകൊണ്ട് വേറെ റീസണൊന്നുമില്ല. പിന്നെ ഈ സിനിമ എന്താണ് കാണാൻ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അഴിച്ചാൻ കുഴിച്ചാൽ ഒന്നേന്നാണെന്ന് അറിഞ്ഞ് റീബൂട്ടാണ് ഈ പടം. അത് മാത്രമല്ല, അത്രയ്ക്ക് കനത്ത പോളിംഗ് ആയിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനലിൽ ഈ സിനിമയുടെ റിവ്യൂവിൻ്റെ ഇതിട്ടപ്പോൾ. അതും ഉണ്ടായിരുന്നു. പിന്നെ അതിൽ കൂടുതൽ എനിക്ക് ഡി സിയുടെ പടങ്ങളൊക്കെ കുറേ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡയറക്ടർ ജെയിംസ് ഗണ്ണിൻ്റെ സിനിമയായ മറ്റേ ഇതുണ്ടല്ലോ, ഗാർഡിയൻ ഓഫ് ഗാലക്സി. ഞാൻ മാർവലിൻ്റെ MCUവിൻ്റെ പടങ്ങളൊന്നും അധികം കണ്ടിട്ടില്ല. ഇത് ഗാർഡിയൻ ഓഫ് ഗാലക്സി 1-2 ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സിനിമ പോയി കാണാം എന്ന് വെച്ചു. ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിനിമ വിഷ്വലി സ്റ്റണ്ണിങ് ആണ്. വിഷ്വൽ സ്പെക്ടാക്കിൾ ആയിട്ടുള്ള ഒട്ടേറെ സീനുകൾ സിനിമയിലുണ്ട്. ബ്ലാക്ക് ഹോള്, അതുപോലെ പോക്കറ്റ് യൂണിവേഴ്സ്, വേറെ കുറേ പരിപാടികളൊക്കെ ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കാണാൻ ഭയങ്കര ഇമ്പാക്റ്റായിരുന്നു തിയേറ്ററിൽ. 3D വിഷ്വൽസ് എന്ത് കളർഫുള്ളാണ്, എന്ത് രസമാണ്. ഇവരിതിൻ്റെ CGI ചെയ്ത് വെച്ചിരിക്കുന്നത്. CGIയുടെ ഓരോ സാധനം വരുമ്പോൾ അത് എവിടെയൊക്കെ ക്യാമറ ഫോക്കസ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ഗംഭീരമായിരുന്നു. അതുപോലെ കുറേ ഇടത്ത് നല്ല ചിരിപ്പിച്ചിട്ടുണ്ട് ഈ സിനിമ. എസ്പെഷ്യലി ഇതിൽ ഒരു കുണ്ടണി പിടിച്ച പട്ടിയുണ്ടല്ലോ, ക്രിപ്റ്റോ. ഈ പട്ടിയുടെ കുറേ കോമഡികൾ, പ്രതീക്ഷിക്കാത്ത സാധനങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെ ഇതിൻ്റെ അവസാനം ഒരു പകുതി കഴിഞ്ഞപ്പം, പകുതി വരെ ഇച്ചിരി സ്ലോ പേസിലാണ് പോണത്, എന്നാലും അങ്ങനെ ലാഗായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. സെക്കൻഡ് ഹാഫ് വരുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടംപോലെ നമുക്ക് കാണാനുള്ള കാഴ്ചകൾ നിറച്ച് തന്നെയാണ് ഈ സിനിമ പോയിരിക്കുന്നത്. മൂന്നാമത് ഇതിലൊരു പ്ലസ് എന്ന് പറയുന്നത് ഇതിൻ്റെ വില്ലൻ ക്യാരക്ടേഴ്സിൻ്റെ പവർ. വില്ലൻ സൈഡ് ഭയങ്കര സ്ട്രോങ് ആണ്, നായകൻ ഭയങ്കര വീക്കാണ്. അങ്ങനെ വരുമ്പോഴേ ഒരു ഈ നായകൻ്റെ ഒരു അടിക്കൊക്കെ നമുക്കൊരു ഫീൽ ഉണ്ടാവുള്ളൂ. അല്ല നായകൻ ഭയങ്കര സൂപ്പറാണ് മറ്റേതാണെന്ന് കാണിച്ചിട്ട് വില്ലനെ വെറുതെ എടുത്തിട്ട് കാര്യമില്ല. ഇതിലെ വില്ലൻ സ്ട്രോങ് ആണെന്നല്ല ഞാൻ പറഞ്ഞത്. വില്ലൻ ഒരു കൺട്രോളോടെ കട്ടറാക്കടിക്കുന്ന ഒരുത്തനേ ഉള്ളൂ. പക്ഷേ വില്ലൻ്റെ പവറുകളുണ്ടല്ലോ, അത് നായകനെക്കാളുമൊക്കെ ഭയങ്കര കൂടുതലാണ്. അത് ഭയങ്കര രസമായിട്ട് അവന്മാർ ചെയ്തിട്ടുണ്ട്. നായകനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, സൂപ്പർമാൻ ഇതിൽ വയ്യാത്ത സൂപ്പർമാൻ, ഞാൻ നെഗറ്റീവ് സെൻസിൽ പറഞ്ഞതല്ല, അങ്ങനെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു തല്ലുകൊള്ളി. ഈ പലയിടത്തും വീഡിയോ വാങ്ങിച്ച് തൂറി 2 ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ എന്ന രീതിയിലാണ് സൂപ്പർമാൻ ഇരിക്കുന്നത്. അപ്പോൾ സൂപ്പർമാൻ ഫാൻസിനൊക്കെ ഇനി ആ രീതിയിൽ ഈ യൂണിവേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് അരച്ച് കലക്കി കുടിച്ചിരിക്കുന്നവർക്കൊക്കെ ഇതെങ്ങനെ അബ്സോർവ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നിനും ഭാരം ഞാൻ തലയിൽ വെച്ചിട്ടില്ലല്ലോ. അയ്യോ എൻ്റെ സൂപ്പർമാനിൻ്റെ അങ്ങനെയൊന്നും എനിക്കില്ലായിരുന്നുകൊണ്ട് എനിക്ക് അത് രസമായിട്ട് തോന്നി. പക്ഷേ അതങ്ങനെയാണ്. ഇപ്പം സൂപ്പർമാൻ എന്ന് പറഞ്ഞു കഴിയുമ്പം മറ്റേ ആലിയൻ്റെ ഭയങ്കര ഇതുള്ളൂ ശക്തൻ, അങ്ങനെയല്ല. ഇതൊരു സാധാരണക്കാരനും സാധാരണ മനുഷ്യൻ്റെ ഇമോഷൻസൊക്കെ ഉള്ള അത്രയും ഇതായിട്ടുള്ളത് എല്ലാവരും രക്ഷിക്കണമെന്നാണ്. കാരണം സാധാരണ ഒരു സൂപ്പർ ഹീറോ പടത്തിൽ ഫൈറ്റ് വരുമ്പോഴേക്കും കുറേ കെട്ടിടങ്ങളെ പൊട്ടിക്കുന്നു. ശരിക്കും വില്ലൻ ഉണ്ടാക്കണേക്കാളും വില്ലൻ മര്യാദയ്ക്ക് അവിടെ ഇരുന്നിട്ട് കുറച്ച് കത്തിച്ചിട്ടൊക്കെ അങ്ങ് പോകുമായിരിക്കും. നായകൻ്റെ കൂടെ അടിയാകുമ്പോഴാണ് കുറച്ചുകൂടി ആൾക്കാരുടെ ഡാമേജ് ഉണ്ടാവുന്നത്. ആൾക്കാരെയൊക്കെ അത്രയ്ക്കും വില്ലൻ എങ്ങനെ അടിച്ചിട്ട് വന്നുകൊണ്ട് കാറുകളൊക്കെ അടിച്ച് തെറിപ്പിക്കുന്നു, പറപ്പിക്കുന്നു. നായകനും അതുപോലെ തന്നെ. അപ്പോൾ എവനും ട്രോമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സൂപ്പർ ഹീറോ പടത്തിൽ. പക്ഷേ ഇതിൽ നോക്കുമ്പോൾ സൂപ്പർമാൻ ഓരോരുത്തരെ ഇങ്ങനെ തൻ്റെ കൈകളിൽ സുരക്ഷിതമായിട്ട് രക്ഷിച്ചുകൊണ്ട് വേണം. നമ്മളെ പഴയ ശക്തിമാനെ പോലത്തെ ഒരു സൂപ്പർമാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു സൂപ്പർമാൻ്റെ. തലയിൽ ഇത്തിരി പച്ച വെളിച്ചെണ്ണ കൂടുതൽ തേച്ച് വന്നെങ്കിലും ഡേവിഡ് കോറൻ സ്വെറ്റിൻ്റെ സൂപ്പർമാനായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യാനുണ്ടായിരുന്നു. നല്ല ഒരു ഓറയുണ്ട് പുള്ളിക്കാരന്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഈ തുടക്കം കുറേ നേരമൊക്കെ ഇയാൾ തോറ്റ് നടക്കുന്ന ഒരാളായിട്ടാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ക്ലൈമാക്സ് എത്തിയപ്പോഴേക്കും അവസാനമൊക്കെ സംഭവം നമുക്ക് പറഞ്ഞില്ല. ഇതിൽ ഈ പടത്തിൽ വേറൊരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് തീരെ ടെംപ്ലേറ്റ് സാധനമല്ല. ഒരു സൂപ്പർ ഹീറോ പടം വരുമ്പോൾ എന്താ ടെംപ്ലേറ്റ്, ആ ടെംപ്ലേറ്റ് അല്ല. ഇതിൽ വളരെ പ്രെഡിക്റ്റ് ചെയ്യാത്ത ഒരുപാട് സാധനങ്ങൾ ഇവന്മാർ ആഡ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറേ ക്യാമിയോസ് ഉണ്ട്. അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഒക്കെ രസമായിരുന്നു. റേച്ചൽ ബ്രോസ്നഹാൻ, അങ്ങനെ തന്നെ എന്താ പേര്, നിക്കോളാസ് ഹോൾട്ട്, എഡി ഗതഗി, ഇവരാണ് മെയിൻ റോളിൽ വരുന്നത്. കുറേ നല്ല പൈസ ഇറക്കിയിട്ടുണ്ട്. നല്ല വിഷ്വലി നമുക്ക് നല്ല കിടിലൻ ഐമാക്സിൽ പോയി കണ്ടു കഴിഞ്ഞാൽ, ഇവിടെ തിരുവനന്തപുരത്ത് ഐമാക്സ് അല്ല, നല്ല കിടിലനായിട്ടുള്ള ഐമാക്സിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിഷ്വലി നമുക്ക് സ്റ്റണ്ണിങ് ആയിട്ടുള്ള വോ ഫാക്ടർ അടിക്കുന്ന ഒട്ടേറെ മൊമെൻറ്റ്സ് ഉണ്ട്. സോ ഈ അഭിപ്രായം ഇതുവരെ ഒരു സൂപ്പർമാൻ്റെ സിനിമയും കാണാത്ത, ഈ യൂണിവേഴ്സിൻ്റെ മറ്റാഴങ്ങളിൽ പരതി നടക്കാത്ത ഒരു പ്രേക്ഷകൻ ആദ്യമായിട്ടൊരു സൂപ്പർമാൻ്റെ സിനിമ കാണുന്നപ്പോൾ കിട്ടിയ ഒരു സാധനമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ അറിവിൻ്റെ ആഴപ്പരപ്പ് വെച്ചിട്ട് എന്നെ അളക്കരുത്. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് നല്ല രസമായിട്ട് ഞാൻ ആസ്വദിച്ച് കണ്ട ഒരു സിനിമയായിരുന്നു. വിഷ്വലി ഒരുപാട് രസമുള്ള കാഴ്ചകൾ തന്ന, ഒരുപാട് കൈയടിപ്പിക്കാൻ തോന്നിക്കുന്ന ഒരു സിനിമ. നല്ല ഇപ്പം സാധാരണ എനിക്ക് ഈ സൂപ്പർ ഹീറോ പടങ്ങൾ തീരെ അങ്ങ് വർക്കാവാറില്ല.
കുറേ സിനിമകൾ എനിക്ക് കണ്ടിട്ട് എന്തിനിത് കാണുന്നു എന്നുള്ളൊരു യുക്തിയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സിനിമ എനിക്കങ്ങനെ തോന്നിയില്ല. ഞാൻ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒട്ടും ലാഗ് അടിച്ചില്ല. 2 മണിക്കൂർ എങ്ങാണ്ടേ ഉള്ളൂ. സിനിമയുടെ എൻഡ് ക്രെഡിറ്റ്സ് കാണിച്ചതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്തിരുന്ന 1-2 കാര്യങ്ങൾ കാണാൻ സാധിക്കും എന്നുള്ളതും കൂടി പറയാം. ഓവറാൾ ഇറ്റ് ഇസ് എ ഗുഡ് മൂവി, ഗുഡ് തിയേറ്റർ എക്സ്പീരിയൻസ്. പറ്റുമെങ്കിൽ പോയി കാണുക. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തരാ വരട്ടെ.